ഡൽഹിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യ കാലം മുതലൊക്കെ ചരിത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, അതായത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. നമ്മൾ ഏത് ദേശത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഡൽഹി എടുത്തു കഴിഞ്ഞാലും ഞാൻ ഏറ്റവും ഒടുവിലായിട്ട് ഒരു റിപ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ വന്നത് 2010 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അന്ന് കോമൺവെൽത്ത് ഗെയിംസിലെ വലിയ വിവാദം BBC ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഡൽഹിയുടെ തെരുവോരങ്ങൾ കാണിച്ചിട്ടാണ്. കാരണം കേവലം ആ ഗെയിംസിന് വേണ്ടി തെരുവോരങ്ങൾ മറച്ചു. പക്ഷേ ഡൽഹിയുടെ ഉള്ള് ഇപ്പോഴും വളരെ മലീമസമാണ്. ആളുകൾക്ക്, അതായത് ചെറിയ ചെറ്റക്കുടിലുകളോ അല്ലെങ്കിൽ പ്രാന്തങ്ങളിലൊക്കെ താമസിക്കുന്ന വലിയ, അതായത് ഇന്ത്യയുടെ ആസ്ഥാന നഗരി എന്ന് പറയാൻ പോലും പലപ്പോഴും നമുക്ക് നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള പശ്ചാത്തലമാണ് ഡൽഹി എന്നുള്ളതായിരുന്നു അന്ന് BBC ഉൾപ്പെടെയുള്ളവർ ലോകത്തോട് പറഞ്ഞത്. ഇവ 2010 കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം 2025 നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതായത് ഈ കരോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ഒരു ഹൃദയമാണ്, വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ പോലും വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ ഇക്ബാൽ കല്ലുങ്കലുണ്ട്. ഇക്ബാൽ കല്ലുങ്കൽ മാധ്യമപ്രവർത്തകൻ, ഒപ്പം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി, അതായത് മുനിസിപ്പൽ കൗൺസിൽ മെമ്പർ, അതിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എങ്ങനെയുണ്ട് പിന്നെ ഈ തിരൂരങ്ങാടി നമ്മൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇക്ബാലെ? കമാൽക്ക പറഞ്ഞതുപോലെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഡൽഹിയിലെത്തുമ്പോൾ ഡൽഹിയിലെല്ലാ മേഖലയും, പ്രത്യേകിച്ച് മാലിന്യമുക്തമായ ഒരു രാജ്യത്തിന് വേണ്ടി ഭരണകൂടങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലെ ഈ സൂചിപ്പിച്ച പോലെ കരോൾ ബാഗ് അത് ഒരു ഭാഗം മാത്രം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ റോഡുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ തെരുവോരങ്ങൾ കാണുമ്പോൾ മലീമസമായി കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അത്ഭുതപ്പെടുത്തി. നമ്മൾ റിക്ഷാവാലകൾ കാണുന്നുണ്ട്, വണ്ടി വലിക്കുന്നവരെ കാണുന്നുണ്ട് അല്ലേ? അതായത് പുതിയ കാലത്തിനനുസൃതമായി ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ അങ്ങേയറ്റം ശാരീരികമായി പ്രയാസപ്പെടുന്ന പ്രായം ചെന്ന ആളുകൾ പോലും ഇപ്പോഴും ഇവിടെ റിക്ഷ വലിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതൊരു വലിയ, നമ്മൾ ഇന്ത്യയെ വലിയ ഭിക്ഷാടകരെ നമ്മൾ നാരാഗഞ്ചിൽ നമ്മൾ ഇന്നലെ പോയപ്പോൾ അവിടെയും ഇറങ്ങുമ്പോൾ തന്നെ ഭിക്ഷാടകർ വന്നിട്ട് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ നമുക്ക് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാലും വലിയ നഗരങ്ങളിൽ ഇങ്ങനെയൊന്നും കാണില്ല. ചിലപ്പോഴൊക്കെ ഉണ്ടാവാം, പക്ഷെ അവരൊക്കെ അത് മാറ്റി, അതായത് ശരിക്കും, അതായത് ലോകം വരുമ്പോൾ ഈ കാഴ്ച കാണണ്ട എന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോഴും നമ്മുടെ ആസ്ഥാനമാണ്, നമ്മുടെ ആസ്ഥാനമായിട്ടും ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. സൽമാൻ ഖാൻ കൂടെയുണ്ട്. സൽമാൻ ഖാൻ ചന്ദ്രികയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറാണ്. നമ്മളും ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒന്നാണ്. സൽമാൻ ഖാൻ കൊണ്ടോട്ടി ഐക്കരപ്പടിക്കാരനല്ലേ? ഐക്കരപ്പടി കൊണ്ടോട്ടിയൊക്കെ വളരെ വൃത്തിയുള്ള, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വന്നപ്പോഴുള്ള ഒരു സംഗതി എന്താന്ന് വെച്ചാല്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 2011 BBC റിപ്പോർട്ട് ചെയ്ത ഡൽഹിയുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സമയത്ത് പറഞ്ഞല്ലോ. പക്ഷെ അതിൽ നിന്ന് കാര്യമായിട്ടൊരു വ്യത്യസ്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കരോൾ ബാഗ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ ഒരു ഹൃദയഭാഗമാണ്. ആ ഭാഗത്താണ് ഇപ്പൊ നമ്മളിവിടെ താമസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ തെരുവുകളിലൊക്കെ നടന്നു പോയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതിയൊന്നും ഡൽഹിയിൽ വന്നിട്ടില്ല എന്നല്ല. ഡൽഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്. ആ നിലക്കുള്ള ഒരു പുരോഗതി, തെരുവ് നായ്ക്കൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓടിച്ച് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്ഥാപനം, ഇദ്ദേഹം ഇപ്പൊ നമുക്കറിയാം ഒരു സാമൂഹ്യ എന്താ പറയാ പ്രവർത്തനത്തിലുപരിയായി തിരങ്ങാടി മുനിസിപ്പൽ ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അവിടെയൊക്കെ വിവിധങ്ങളായ രീതിയിൽ മാലിന്യങ്ങൾ മുക്തമാക്കുന്ന പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ, ഗ്രാമസഭാ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കാം. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇതുപോലും ഇവിടെ ഡൽഹി പോലും നേരത്തിൽ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. അതാണ് കാരണം. ഇതിപ്പോൾ നമ്മുടെ ഭരണകൂടം ഇപ്പം ഡൽഹിക്ക് സ്വന്തമായിട്ട് നേരത്തെ സംസ്ഥാന പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, കേന്ദ്ര ഭരണ പ്രദേശമായിരുന്നു. പിന്നീട് സംസ്ഥാന പദവി ലഭിച്ചു, ധാരാളം ഗവൺമെൻറ്റുകൾ വന്നു, പുതിയ ഗവൺമെൻറ് വന്നു. നമ്മുടെ കേന്ദ്ര ഭരണത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ആണെങ്കിലും ഒക്കെ. നമ്മൾ ഇന്നലെ 2 ദിവസങ്ങളിലായിട്ട് പോയ സ്ഥലങ്ങളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളാണ്. സുപ്രീം കോടതി ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ വലിയ ആസ്ഥാന മന്ദിരങ്ങളുടെ മുന്നിലൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് വൃത്തിയുണ്ട്. പക്ഷേ ഗല്ലികളിലേക്ക് ഉള്ളോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആകെ പ്രയാസപ്പെടുകയാണ്.
അതുകൊണ്ട് ഈ വേദിയിൽ അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ നഗരം സഞ്ചാരികൾ, പ്രത്യേകിച്ച് ഈ ഡൽഹിയുടെ ചരിത്രത്തിൽ നമുക്ക് ഈ നമ്മളെ ഷാജഹാൻ്റെ താജ്മഹൽ ഉൾപ്പെടെ ധാരാളം, കുത്തബ് മീനാർ ഉൾപ്പെടെയൊക്കെ ധാരാളം വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉള്ളതുകൊണ്ട് ധാരാളം പേർ വരുന്ന, വിദേശികൾ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ നഗരത്തെ ശരിക്കും ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പുതിയ കാലത്തിൻ്റെ നഗരമായിട്ട് ഇതിനെ അവതരിപ്പിക്കണം. അതാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.